ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സമ്മർ ഡ്രിങ്കുമായിട്ട് തന്നെയാണ്. ഇന്നൊരു മോക്ടെയിലാണ് ചെയ്യുന്നത്. കുറച്ച് ക്ലാസ് ആയിട്ടൊക്കെ പറഞ്ഞാൽ സൺസെറ്റ് മോക്ടെയിൽ എന്നൊക്കെ പറയാം. ഞാനിവിടെ ഒരു തണ്ണിമത്തൻ്റെ ഒരു മീഡിയം സൈസിലെ പീസ് എടുത്തിട്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട്. തണ്ണിമത്തനായതുകൊണ്ട് തന്നെ കുരുവിട്ട് അടിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് അരിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ജാറിലേക്ക് ഈ തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്ന്, തണ്ണിമത്തനായതുകൊണ്ട് മധുരമുണ്ട്, എങ്കിലും ഞാൻ ചേർത്ത് കൊടുത്തന്നേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. ഇപ്പോൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഈ തണ്ണിമത്തൻ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഓറഞ്ചാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ഓറഞ്ചാണ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഓറഞ്ച് പിഴിഞ്ഞ് തന്നെ എടുക്കണേ, മിക്സിയിൽ അടിച്ചെടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഓറഞ്ച് 3 പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങയാണ്. അപ്പം ഞാൻ ഈ നാരങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. ഇപ്പം നാരങ്ങ ഇതുപോലെ ചെറിയ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റുന്ന ഒറ്റ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരു ഗ്ലാസ് എടുത്ത് വെക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വക്കിലൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നാരങ്ങാ നീരൊന്ന് തേച്ച് കൊടുക്കാം. ഇതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്യുന്നതാണേ. ഇനി ഇത് ഈ പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് കമത്തി കൊടുക്കാം. ഇപ്പോൾ ഈ വക്കിലൊക്കെ നന്നായിട്ട് പഞ്ചസാര പിടിച്ചിരിപ്പുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2-3 പുതിനയില ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നാരങ്ങ അതങ്ങ് മുറിഞ്ഞു പോവാതെ നോക്കണം. പക്ഷെ അതിൽ ആ നീര് മൊത്തം പിഴിഞ്ഞെടുക്കാനും കൂടെ നോക്കണേ. 2 പീസ് നാരങ്ങ മതി. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസാണ് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഓറഞ്ച് ജ്യൂസ് ഒരു 1/4 ഭാഗത്തിലും ലേശം കൂടെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് സോഡ ചേർത്ത് കൊടുക്കാം. 7up ഉപയോഗിക്കണമെന്നുള്ളവർക്ക് 7up ചേർക്കാവേ. ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന വാട്ടർമെലൻ്റെ ജ്യൂസാണ്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള സൺസെറ്റ് മോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മോക്ടെയിലാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്